ഹലോ, ദിസ് ഇസ് സൗസനലി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്നൊരു പ്ലാൻ ഇട്ടത്. വേറെ ഒന്നുമല്ല, ഫോറം മാളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പൂതി തോന്നിയിട്ട് ഞാനും സാദി ചേച്ചിയും സാറിൻ്റെ മോളും ഒരുങ്ങിക്കെട്ടി ഫോറം മാളിലെത്തി. ഇവിടുത്തെ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താ വെച്ചാൽ അവിടുത്തെ പാർക്കിംഗ് സ്പേസാണ്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളും വണ്ടി ഓടിക്കുന്ന ആൾക്കും ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് തല കറങ്ങും. അതിനകത്ത് പാർക്കിംഗ് സ്പേസിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓരോ ലെവലിലും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഫില്ലായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റി കയറേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചിട്ട് പോയിട്ടോ. ബാക്കി വീക്ഷിച്ച് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ നിലവിൽ ഫോറം മാളിലാണുള്ളത്. ഒരു പോപ്സിക്കൽ സോർബിയ വാങ്ങിയിട്ടുണ്ട്. മാഡ് മൊഹിറ്റോ. അതിൻ്റെ ടേസ്റ്റ് വരുന്നത് എന്താ പറയുക, 7-Upഉം പുതിനയൊക്കെ ഇട്ട് ഫ്രീസ് ചെയ്തൊരു ടേസ്റ്റാണ്. ബാനുവിൻ്റെ അതിനുണ്ട് ബട്ടർ സ്കോച്ച്. ഐസ് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. നെക്സ്റ്റ് പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പം പഞ്ചാബ് ഗ്രില്ലിൽ സ്ട്രീറ്റ് ഫുഡിൽ ചെന്ന് ഓർഡർ കൊടുക്കാൻ നോക്കിയപ്പോൾ അവിടെ പാനിപ്പൂരി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടപ്പെട്ട് നടക്കാൻ നേരത്താണ് ഊട്ടുപുരയിൽ പാനിപ്പൂരി അവൈലബിൾ ആണെന്ന് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു സെറ്റ് പാനിപ്പൂരിയും പിന്നെ ഒരു സെറ്റ് ദഹിപൂരിയും ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി, ദഹിപൂരി, ഈ പറഞ്ഞ സംഭവങ്ങൾ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് 2 ഐറ്റവും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി അത് നമുക്ക് പോയി കഴിക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ദഹിപൂരിയാണ്. മിക്സഡ് ഫീലിങ്സ്. അതെന്നറിയോ, അവർക്ക് ഓൾറെഡി ഇഷ്ടപ്പെടാതെയാണ് കഴിക്കുന്നത്. ബാനുവിന് ഇഷ്ടമായതല്ലോ. ഫസ്റ്റ് പീസ് പാനിപ്പൂരി വായിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല കൊറിയാൻഡർ പൗഡറിൻ്റെ ആ ഒരു കിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ബൈറ്റ് തീരെ ഇഷ്ടമായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ടേസ്റ്റ് ഓക്കെ ആയി. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ പാനിപ്പൂരി. കമ്പാരിറ്റീവ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ദഹിപൂരിയാണ്. പക്ഷെ ബാനുവിന് അവൾക്ക് ഇഷ്ടമായത് പാനിപ്പൂരിയാണ്. കുറച്ച് കഴിയുമ്പോൾ എരിച്ചിട്ട് അവൾ നടക്കണ്ടായിരുന്നു, എരിയണേന്നും പറഞ്ഞു. ഒരു രക്ഷയല്ല, ഇരിച്ചിട്ട് വയ്യ, നല്ല ഇരുവുണ്ട് കേട്ടോ. അടുത്ത് കുറച്ച് പട്ടി ഷോ കാണിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വിശപ്പിൻ്റെ വിളി ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ ഫോറം മാളിലുള്ള ജാപ്പനീസ് റെസ്റ്റോറൻ്റായ യൂമി അവിടെ കയറി ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹം. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് യൂമി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി അവിടെ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓർഡർ ആക്കിയത് ജസ്റ്റ് സുഷിയും പിന്നെ ഡ്രങ്കൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു നൂഡിൽസാണ് ഓർഡർ ആക്കിയത്. ഇവിടെ ജാപ്പനീസ് ഷെഫ് സുഷി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ആക്കിയത് റെയിൻബോ മാക്കി എന്ന് പറയുന്നൊരു സുഷിയാണ്. അതിനകത്ത് 4 പീസാണ് വരുന്നത്. സാൽമൺ, ടൂണ, ക്രാബ് സ്റ്റിക്ക് പിന്നെ കുക്കുംബർ. ഈ ഒരു ഫ്ലേവറിൻ്റെയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ഓർഡർ കയ്യിലെത്തി. എനിക്കെന്താണെന്നറിയില്ല, സുഷീൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ എന്ത് ഭംഗിയാണ്, നല്ല രസമാണ്. അതിങ്ങനെ പീസായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല സുഷി ട്രൈ ചെയ്യുന്നത്, ബാനുവിൻ്റെ ഫസ്റ്റ് ടൈമാണ്. സോ അത് ചേച്ചി പിന്നെ ഓൾറെഡി ക്വിറ്റ് ചെയ്തതാണ് സുഷി പണ്ടേ
കഴിച്ചിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി ട്രൈ ചെയ്യില്ല എന്നുള്ള എന്താ പറയുക നിശ്ചയത്തിൽ തന്നെ പുള്ളിക്കാരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായിട്ടോ, ഇവിടുത്തെ സൂഷി ഇഷ്ടമായി. ഞാൻ മുന്നേ നാസിയാൻമിയിലെ സൂഷിയാണ് കഴിച്ചിട്ടുള്ളത്, എനിക്ക് ഇവിടുത്തെയും ഇഷ്ടമായി. അങ്ങനെ ബാനു എല്ലാ ധൈര്യം കവർന്ന് ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ തീരുമാനിച്ചു. ആ ബൈറ്റ് എടുത്തതിന് ശേഷമുള്ള അവളുടെ നവരസങ്ങൾ കാണാൻ അത്ര മനോഹരമായിരുന്നു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പാവം കൊച്ച് ഇനി ഈ ജന്മത്ത് സുഷി കൈകൊണ്ട് തൊടില്ല എന്ന പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൾ ഈ സാധനം ട്രൈ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഞാൻ ഇനിയും കഴിക്കും, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇനിയും കഴിക്കും. അങ്ങനെ ബാക്കി വന്ന സുഷിയും ഞാൻ തന്നെ കഴിച്ചു തീർത്ത് സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കാൻ അടുത്ത ഫുഡിനെയും കാത്ത്. അങ്ങനെ അടുത്ത ഐറ്റമായ ഡ്രങ്കൻ നൂഡിൽസ് എത്തിയിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് തിക്ക് നൂഡിൽസാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. ചിക്കനും ആ സോസും എല്ലാം പിടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബാനുക്കും നല്ല ഇഷ്ടമായി, സ്വാതി ചേച്ചിക്കും നല്ല ഇഷ്ടമായി. അവിടെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് എന്നാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയതാണ്. അതുപോലെ തന്നെ ഊഡൻ നൂഡിൽസും വരുന്നുണ്ട്, പിന്നെ പട്ടായി, ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഈ പ്രാവശ്യം ഡ്രങ്കൻ നൂഡിൽസാണ് ട്രൈ ചെയ്തത്. നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാനുക്കത് കഴിച്ചതും സന്തോഷമായി. ആ സുഷി കഴിച്ച എല്ലാ സങ്കടവും തീർത്തു ഇതിൽ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് മോളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് പാർക്കിംഗ് സ്പേസിലേക്ക്. അപ്പോഴായിരുന്നു ലിഫ്റ്റിൽ ഭയങ്കര തിരക്ക്. നമ്മൾ സ്റ്റെയർസ് യൂസ് ആക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെയർ എടുത്തപ്പം വഴി തെറ്റിപ്പോയി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് കുടുങ്ങിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഒന്നും പറയാനില്ല. ഇതിലൂടെ കാറ് പാർക്ക് ചെയ്യാൻ വന്ന തല കറങ്ങുകയും ചെയ്യും, എന്നാൽ ഈ മാളിൽ അബദ്ധത്തിൽ എവിടെയെങ്കിലും പെട്ടുപോവുകയും ചെയ്യും. അല്ലേ സോയി ചേച്ചി? എന്താണ് അനുഭവം? ശരിക്കും പെട്ടത് തന്നെ. ഞങ്ങള് പാർക്കിംഗ് സ്പേസിലേക്ക് വരാനായിട്ട് നോക്കുമ്പോ തന്നെ പാതി വഴിയിൽ എവിടെയോ പെട്ടുപോയി. അവസാനം എങ്ങനെ എക്സിറ്റ് അടിക്കണ്ടെന്ന് അറിയാണ്ടായി. ഭാഗ്യത്തിന് ഒരു ചേച്ചീനെ കണ്ടുമുട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. വീഗാലാൻഡിന്റെ സെക്കൻഡ് വെർഷനിലൂടെ വാട്ടർ പകരം പാർക്കിംഗ് റൈഡ്. ഇതിനൊരു അവസാനമില്ല, നമ്മൾ തല കറങ്ങി ചാടി. ഇനി ഈ മാളിൽ വരുമോ? ബാനു എന്താ എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്. ഇനി ഈ മാളിലേക്ക് വരുന്ന കാര്യം ഒന്നുകൂടി ചിന്തിച്ചിട്ടേ വരുള്ളൂ, കാരണം മതിയായി അല്ലേ. വരാണെങ്കിൽ ഊബറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരണം. നമ്മൾ കാറ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് അന്വേഷിച്ചും പിന്നെ ഫുൾ വട്ടം ചുറ്റി ആകെ നമ്മൾ തന്നെ ഇടങ്ങേറാവും. മാൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു യുദ്ധഭൂമിയിൽ നിന്നും എക്സിറ്റ് ആയൊരു ഇതല്ലേ. ഇവിടെ കാർ പാർക്കിംഗ് അറേഞ്ച്മെന്റ് ഭയങ്കര മോശമാണ്, ഒട്ടും കൺവീനിയന്റ് അല്ല. നമ്മളെ കുറച്ച് ഇടങ്ങേറാക്കുന്ന രീതിയിലാണ് പാർക്കിംഗ് സ്പേസസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇനിയുണ്ട്, ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.